കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധികാര അട്ടിമറിക്കാണോ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്? ഒരു വശത്ത് റഷ്യയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ട് വ്ളാഡിമിർ പുടിനും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ലോകത്തിന്റെ പുതിയ ഭൂപടം വരയ്ക്കുമ്പോൾ, മറുവശത്ത് ലോകത്തിന്റെ അധിപൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന അമേരിക്ക ഇന്ന് പല്ലും നഖവും കൊഴിഞ്ഞ സിംഹത്തെ പോലെ നിസ്സഹായമായി നോക്കി നിൽക്കുകയാണ്. ഇത് വെറുമൊരു നയതന്ത്ര കൂടിക്കാഴ്ചയല്ല, പകരം അമേരിക്കയുടെ മേധാവിത്വത്തിന് മുകളിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാണ്. റഷ്യയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയായത് പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യവും സമാധാന ശ്രമങ്ങളുമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മേഖലയിലെ സംഘർഷാവസ്ഥ കുറയ്ക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങൾക്കും റഷ്യ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് സാധാരണ സമാധാന സന്ദേശമാണെന്ന് തോന്നാമെങ്കിലും അതിനു പിന്നിൽ റഷ്യ തന്റെ ആഗോള നയതന്ത്ര സ്വാധീനം വിപുലീകരിക്കാനുള്ള നീക്കമുണ്ടെന്ന വിലയിരുത്തലും ഉയരുന്നു. പ്രത്യേകിച്ച് അമേരിക്കയുടെ സ്വാധീനം വെല്ലുവിളിക്കപ്പെടുന്ന മേഖലകളിൽ റഷ്യ കൂടുതൽ സജീവമാകുന്നത് പുതിയ ഭൂരാഷ്ട്രീയ സമവാക്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു. ഇറാന്റെ ഭാഗത്തു നിന്നും വ്യക്തമായ സന്ദേശമാണ് പുറത്തുവന്നത്. അമേരിക്കയെ നേരിടുന്നതിൽ ഇറാന്റെ കരുത്ത് ലോകം കണ്ടുവെന്നും രാജ്യം സ്ഥിരതയുള്ള ശക്തമായ സംവിധാനമാണെന്നും അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. റഷ്യയെ മികച്ച സുഹൃത്തും പങ്കാളിയുമെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം രണ്ട് രാജ്യങ്ങളുടെയും ബന്ധം സാഹചര്യങ്ങൾ മാറിയാലും ശക്തിപ്പെടുമെന്നും വ്യക്തമാക്കി. ഇത് സാധാരണ സൗഹൃദ പ്രഖ്യാപനമല്ല, മറിച്ച് ഉപരോധങ്ങൾക്കും പാശ്ചാത്യ സമ്മർദ്ദങ്ങൾക്കുമെതിരായ പരസ്പര തന്ത്രപരമായ കൂട്ടുകെട്ടിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ഏറ്റവും നിർണായകമായ ചോദ്യം ഉയരുന്നത് അമേരിക്കയുടെ ആഗോള ആധിപത്യത്തിനെ കുറിച്ചാണ്. ഒരു കാലത്ത് യാതൊരു രാജ്യവും വെല്ലുവിളിക്കാനില്ലെന്ന് കരുതപ്പെട്ട അമേരിക്ക ഇന്ന് സാങ്കേതികമായി പുതിയ ഭീഷണികളെ നേരിടാൻ പാടുപെടുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അതേസമയം റഷ്യയും ചൈനയും സൈനിക സാങ്കേതിക വിദ്യയിൽ വേഗത്തിൽ മുന്നേറുന്നു. ഇറാൻ പോലുള്ള രാജ്യങ്ങൾ മേഖലാതലത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ലോകം ഏകധ്രുവ സംവിധാനത്തിൽ നിന്ന് ബഹുധ്രുവ ശക്തി സമവാക്യത്തിലേക്ക് മാറുകയാണോ എന്ന ചർച്ച വീണ്ടും ശക്തമാകുന്നു. അതേസമയം മറുവശത്ത് റഷ്യയുടെയും ചൈനയുടെയും ശബ്ദാതിവേഗ മിസൈലുകൾക്ക് മുമ്പിൽ തന്റെ പ്രതിരോധ കവചങ്ങൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്ന് പെന്റഗൺ തന്നെ നിലവിളിക്കുമ്പോൾ ലോകക്രമം തലകീഴായി മറിയുകയാണ്. പതിറ്റാണ്ടുകളായി തങ്ങൾ പടുത്തുയർത്തിയ സൈനിക കർവ് ഒരു പുലർച്ചെ തകർന്നടിയുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഇന്ന് അമേരിക്കക്ക് സാധിക്കുന്നുള്ളൂ. പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന തന്ത്രപരമായ കരുനീക്കങ്ങളും റഷ്യയുടെ മിസൈൽ കരുത്തും ഒത്തുചേരുമ്പോൾ അമേരിക്കൻ യുഗം അവസാനിക്കുന്നതിന്റെ ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അമേരിക്കൻ സെനറ്റ് സായുധ സേവന സമിതിയിൽ നടന്ന നിർണായക ഹിയറിംഗിലാണ് പെന്റഗൺ ഉദ്യോഗസ്ഥൻ ആശങ്ക തുറന്നു പറഞ്ഞത്. അമേരിക്കക്ക് നിലവിലുള്ളത് പരിമിത ശേഷിയുള്ള ഒരു ഏകപാളി ആഭ്യന്തര പ്രതിരോധ സംവിധാനമാണെന്നും ചെറിയ തോതിലുള്ള ആക്രമണങ്ങൾക്കെതിരെ മാത്രമാണ് അത് ഫലപ്രദമാകുന്നതെന്നും അവർ വ്യക്തമാക്കി. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് ആയുധങ്ങൾ, താഴ്ന്ന ഉയരത്തിൽ അതിവേഗത്തിൽ പറക്കുന്ന ക്രൂയിസ് മിസൈലുകൾ എന്നിവയെ നേരിടാൻ നിലവിലെ അമേരിക്കൻ സംവിധാനങ്ങൾക്ക് വലിയ പരിമിതികൾ ഉണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ചെലവ് വഹിക്കുന്ന രാജ്യമായ അമേരിക്കക്ക് തന്നെ ഇത്തരമൊരു സമ്മതം നൽകേണ്ടി വന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഗോൾഡൻ ഡോം മിസൈൽ പ്രതിരോധ പദ്ധതി വീണ്ടും ശ്രദ്ധാകേന്ദ്രമായത്. 2025 ജനുവരിയിൽ അധികാരമേറ്റതിന് പിന്നാലെ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ ലക്ഷ്യം കരയിലും ബഹിരാകാശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന പുതിയ തലമുറ പ്രതിരോധ വലയം സൃഷ്ടിക്കുക എന്നതാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്ന് വിക്ഷേപിക്കപ്പെടുന്ന മിസൈലുകൾ പറന്നുയരുന്ന ആദ്യ നിമിഷം മുതൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പേ കണ്ടെത്തി തകർക്കുക എന്നതാണ് ആശയം. അടുത്ത 10 വർഷത്തിനിടെ നൂറുകണക്കിന് ബില്യൺ ഡോളർ ചെലവാക്കാനിടയുള്ള ഈ പദ്ധതി വിജയിച്ചാൽ അമേരിക്കയുടെ സുരക്ഷാ തന്ത്രം പൂർണ്ണമായും മാറും. പരാജയപ്പെട്ടാൽ അമേരിക്കയുടെ ദൗർബല്യം കൂടുതൽ തുറന്നു കാട്ടപ്പെടും. ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് ഈ ഭീഷണിയുടെ ഹൃദയഭാഗം. സാധാരണ ബാലിസ്റ്റിക് മിസൈലുകൾ നിശ്ചിത പാത പിന്തുടരുമ്പോൾ ഹൈപ്പർസോണിക് ഗ്ലൈഡഡ് വാഹനങ്ങൾ ശബ്ദവേഗത്തിന്റെ 5 ഇരട്ടിയിലേറെ വേഗത്തിൽ സഞ്ചരിക്കുകയും യാത്രക്കിടെ ദിശമാറ്റം നടത്തുകയും ചെയ്യും. അതിനാൽ അവയെ കണ്ടെത്താനും കൃത്യമായി ലക്ഷ്യമിടാനും നിലവിലെ റഡാർ പ്രതിരോധ സംവിധാനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ്. ചൈന ഈ മേഖലയിൽ വേഗത്തിൽ മുന്നേറുകയാണെന്നും റഷ്യ ഇതിനകം തന്നെ പല പരീക്ഷണങ്ങളും വിന്യാസങ്ങളും നടത്തി കഴിഞ്ഞുവെന്നുമാണ് അമേരിക്കൻ വിലയിരുത്തൽ. റഷ്യ വികസിപ്പിച്ച ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ബ്യൂറേവസ്നിക് ക്രൂയിസ് മിസൈൽ പോലുള്ള ആയുധങ്ങൾ ദീർഘദൂര ആക്രമണശേഷിയിൽ പുതിയ അധ്യായം തുറന്നതായി കണക്കാക്കപ്പെടുന്നു. ഇതേസമയം പശ്ചിമേഷ്യയിലെ പുതിയ രാഷ്ട്രീയ ചലനങ്ങൾ അമേരിക്കയുടെ ആശങ്കയെ ഇരട്ടിയാക്കുകയാണ്. അബ്ബാസ് അരാക്ചി റഷ്യയിലെത്തി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കണ്ടുമുട്ടിയത് സാധാരണ നയതന്ത്ര കൂടിക്കാഴ്ചയായി മാത്രം വിലയിരുത്തപ്പെടുന്നില്ല. സംഘർഷഭരിതമായ മേഖലയിൽ റഷ്യയുടെ നിലപാട് എന്തായിരിക്കുമെന്ന് ലോകം നോക്കുന്ന സമയത്താണ് ഈ കൂടിക്കാഴ്ച നടന്നത്. ഇറാനിയൻ ജനത തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ധൈര്യത്തോടെയും ഉറച്ച മനസ്സോടെയും പോരാടിയെന്ന് പുടിൻ പ്രശംസിച്ചത് റഷ്യയുടെ സന്ദേശം വ്യക്തമായി ലോകത്തേക്ക് അയച്ചതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗോൾഡൻ ഡോം പോലുള്ള പദ്ധതികൾ അമേരിക്കക്ക് സുരക്ഷാ ആത്മവിശ്വാസം തിരികെ നൽകാം. എന്നാൽ സാങ്കേതിക മത്സരത്തോടൊപ്പം രാഷ്ട്രീയ സഖ്യങ്ങളും സാമ്പത്തിക ശക്തിയും നയതന്ത്ര ഇടപെടലുകളും ഒരുപോലെ നിർണായകമാണ്. ഒരു മിസൈൽ പ്രതിരോധ കവചം മാത്രം ലോകശക്തി സമവാക്യങ്ങളെ നിയന്ത്രിക്കില്ല. അതിനാൽ തന്നെ റഷ്യയിൽ നടന്ന പുടിൻ അരാക്ചി കൂടിക്കാഴ്ചയും അമേരിക്കയിൽ ഉയർന്ന സുരക്ഷാ ആശങ്കകളും ഒരു വലിയ കഥയുടെ 2 അധ്യായങ്ങളായി കണക്കാക്കപ്പെടുന്നു. ചുരുക്കത്തിൽ ഒരു കാര്യം ഇന്ന് പകൽ പോലെ വ്യക്തമാണ്. ലോകം ഇതുവരെ കണ്ടുശീലിച്ച ഏകപക്ഷീയമായ അമേരിക്കൻ മേധാവിത്വത്തിന്റെ കാലം അവസാനിച്ചിരിക്കുന്നു.
അമേരിക്കയുടെ ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും മറുപടിയായി റഷ്യയും ചൈനയും ചേർന്ന് പുതിയൊരു പ്രതിരോധ കോട്ട പടുത്തുയർത്തിയിരിക്കുകയാണ്. തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങൾ അമേരിക്കൻ പ്രതിരോധത്തെക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് പെന്റഗന്റെ കുറ്റസമ്മതം ഈ മാറ്റത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇനി വരാനിരിക്കുന്ന ദശകം കേവലം പ്രസ്താവനകളുടേതല്ല, മറിച്ച് സാങ്കേതിക വിദ്യയുടെയും പുതിയ തന്ത്രപരമായ സഖ്യങ്ങളുടേതുമാണ്. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും, മിസൈൽ പരീക്ഷണശാലകളിൽ നടക്കുന്ന ഓരോ മുന്നേറ്റവും ആഗോള അധികാരത്തിന്റെ കേന്ദ്രം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടേക്ക് പറിച്ചു നടുകയാണ്.